നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ച ക്ഷേത്രം എന്നാണ് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. എപ്പോഴാണ് നിർമ്മിച്ചതെന്നോ ആരാണ് നിർമ്മിച്ചതെന്നോ അറിവില്ലാത്ത പുരാതനകാല നിർമ്മിതികളും കെട്ടിടങ്ങളും നിരവധിയുണ്ട് ലോകത്തെമ്പാടും. തലമുറകളായി സംരക്ഷിച്ചു വരുന്ന ഇത്തരത്തിലുള്ളവ ഇന്ന് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചവയാണ്. അത്തരത്തിലൊന്നാണ് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ വിശ്വപ്രസിദ്ധമായ പുരാതന ക്ഷേത്രം പശുപതിനാഥ ക്ഷേത്രം. ബാഗ്മതി നദിയുടെ തീരത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് പ്രതിഷ്ഠ. നേപ്പാളിലെ ഏറ്റവും പവിത്രമായതും വിശ്വാസികൾ വന്നെത്തുന്നതുമായ ക്ഷേത്രമാണ് പശുപതിനാഥ ക്ഷേത്രം. 1979 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ക്ഷേത്രം ലോകത്തെമ്പാടുമുള്ള ഭക്തരെയും സന്ദർശകരെയും ആകർഷിക്കുന്നു. AD 400 ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. പശുപതിനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി നിരവധി ക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ പൂജാരികൾ ദക്ഷിണ കർണാടകയിൽ നിന്നുള്ള വേദ ദ്രാവിഡ ബ്രാഹ്മണരായ ഭട്ടർമാരാണ്. പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗത്തു നിന്നുള്ളവരാണിവർ. ഇവർക്കാണ് ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാനുള്ള അവകാശം. നേപ്പാളിൻ്റെ പരമ്പരാഗത വാസ്തുശൈലിയിൽ പഗോഡയുടെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. 2 നിലകളുള്ള മേൽക്കൂരകൾ സ്വർണം പൊതിഞ്ഞ ചെമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം കണ്ടു തൊഴുന്നവർക്ക് അവർ അങ്ങേയറ്റം പാപങ്ങൾ ചെയ്തവരാണെങ്കിൽ പോലും അടുത്ത ജന്മവും മനുഷ്യനായി പുനർജനിക്കാനാവുമെന്നതാണ് വിശ്വാസം. 2015 ശക്തമായ ഭൂകമ്പത്തെ അതിജീവിച്ചതാണ് ഈ ക്ഷേത്രം. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണിട്ടും പ്രധാന ക്ഷേത്രത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല എന്നത് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലെ എൻജിനീയറിംഗ് വിസ്മയത്തിന് ഉദാഹരണമാണ്. ഞങ്ങൾ താമസിച്ച കാഠ്മണ്ഡുവിലെ ഹോട്ടലിൽ നിന്നും നടക്കാനുള്ള ദൂരമാണ് ഇവിടത്തേക്കുണ്ടായിരുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴി നീളെ നിരവധിയായ പൗരാണിക കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഇവിടുത്തെ ചില പൂജാരിമാർ ഭക്തരെ ക്യാൻവാസ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന പൂജാകർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന പതിവുണ്ട്. അതിന് നമ്മളൊരു നിശ്ചിത ഫീസ് കൊടുത്താൽ മതി. അത് അവിടെ ക്ഷേത്രം ഭാരവാഹികൾ നിശ്ചിത ഫീസ് നിർണയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഭക്തർക്ക് പൂജാകർമ്മങ്ങൾ അതുപോലെ മന്ത്രങ്ങൾ ഓതിക്കൊടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞങ്ങളും അതിൽ പങ്കാളിയായി. പൂജാരി എല്ലാവർക്കും തീർത്ഥം പകർന്നു നൽകി. പിന്നീട് വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചു. അത് ഞങ്ങളോടും ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടു. निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा കുറച്ചു സമയം നീണ്ടു നിൽക്കുന്നതാണ് ഈ ചടങ്ങുകൾ.
महाकलो कलियुगस्य पद्मचरणे जम्मूद्वीपे भारतवर्षे भारतखण्डे गोरुलोके नेपालदेशे गङ्गाद्वीपे पाशुपतादी क्षेत्रे ഈ ചടങ്ങുകൾക്ക് ശേഷം അതിൻ്റെ മറ്റൊരു പ്രധാന പൂജാരി ഞങ്ങൾക്കെല്ലാവർക്കും ഓരോ രുദ്രാക്ഷമാലകൾ ഞങ്ങളെ അണിയിച്ചു. രുദ്രാക്ഷമാലയുടെ വിലയടക്കമാണ് പൂജയുടെ ചാർജ്. അതിനുശേഷം ഞങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രവേശന കവാടത്തിലേക്ക് നടന്നു. നല്ല തിരക്കായിരുന്നു. വലിയ ക്യൂ ഒക്കെ അതിന് മുന്നിലുണ്ട്. ക്യൂ നിൽക്കാനുള്ള ബാരിക്കേഡുകളൊക്കെ ഉണ്ട്. എന്നാൽ അതൊക്കെ കടന്ന് മെല്ലെ ക്യൂവിൻ്റെ അരികിലൂടെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിനകത്ത് യാതൊരു കാരണവശാലും ക്യാമറയോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാൻ പാടില്ല. കർശനമായ പരിശോധനയാണ്. അവർ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവർ ക്യാമറയും മൊബൈലും തരില്ല. എന്നാൽ ഒളിച്ചു നിന്ന് ക്ഷേത്രത്തിനകത്തെ മറ്റൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നും പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ. ക്ഷേത്രത്തിന് മുന്നിൽ വലിയൊരു പശുവിൻ്റെ പ്രതിമ കാണാൻ കഴിയും. ക്ഷേത്രത്തിലേക്ക് 4 പ്രധാന പ്രവേശന കവാടങ്ങളാണുള്ളത്. എന്നാൽ പ്രധാന വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് 3 പ്രവേശന കവാടങ്ങൾ തുറക്കുക. മറ്റുള്ള ദിവസങ്ങളിൽ ഒരു കവാടം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് തുറക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകത്ത് തിരക്കായതിനാൽ ഉള്ളിൽ കയറാൻ ശ്രമിച്ചില്ല. പുറത്തു നിന്ന് ദർശനം നടത്തിയതിന് ശേഷം തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി. പുറത്തുള്ള കാഴ്ചകളാണിത്. ബാഗ്മതി നദിയുടെ കാഴ്ചയാണ്. ഈ നദിയുടെ 2 കരകളിലുമായിട്ട് നിരവധിയായ സ്നാനഘട്ടങ്ങളുണ്ട്. ഇവിടെ നിരവധി കൊച്ചു കൊച്ചു ശിവക്ഷേത്രങ്ങൾ കാണുന്നത് കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളാണ്. മലിനമായൊരു നദിയാണിത്. സ്നാനഘട്ടങ്ങളാണ് കാണുന്നത്. മുകളിൽ കാണുന്നതൊക്കെ കൊച്ചു കൊച്ചു ശിവക്ഷേത്രങ്ങളാണ്. ഞങ്ങൾ തിരികെ നടക്കുകയാണ്. പൗരാണിക കെട്ടിടങ്ങളിലാണ്. മനോഹരമായ നിർമ്മിതികളാണ്. ഈ നദിയുടെ തീരത്തായിട്ട് നിരവധിയായ ശ്മശാനങ്ങൾ, മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പശുപതിനാഥ ക്ഷേത്രത്തിലെ സന്ദർശനം ഒരു അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. നേപ്പാളിലേക്ക് പോകുന്നവർ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരിടമാണ് നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം.